ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതമായ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെ പ്രശസ്തയായ മികച്ച ഒരു ആങ്കറാണ് മീര അനിൽ. വാതോരാതെയുള്ള സംസാരവുമായി കേരളത്തിലെ കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കരിയായ അവതാരകയുമാണ് മീര അനിൽ. വളരെ വ്യത്യസ്തമായ അവതരണത്തിലൂടെ കോമഡി സ്റ്റാർസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അവതാരകയുമാണ് മീര അനിൽ. GP's മീഡിയ ഇന്ന് ചർച്ച ചെയ്യുന്നത് മീരയുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ആ സംഭവം മീര ഇങ്ങനെയാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ജഗന്നാഥ വർമ്മ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടിരുത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ഒരു പാട്ട് പാടി. ആ പാട്ടിലുടനീളം വെള്ളി വീണിരുന്നു. പക്ഷേ ഞാൻ പാടിക്കഴിയുന്നതിന് മുൻപ് തന്നെ പുള്ളിക്കാരൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് എന്നോട് പാട്ട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ മുന്നിലിരുന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. ഈ കുട്ടിയുടെ സൗണ്ട് വളരെ മോശമാണ്. പാട്ടിന് വേണ്ടിയൊന്നും സാറ് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയം പോകും എന്നേയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒരു മനസാക്ഷിയും ഇല്ലാതെ അദ്ദേഹം എൻ്റെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനും അച്ഛനും വീടെത്തുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിനേറ്റ ആ വലിയ മുറിവ് പിന്നീട് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. എൻ്റെ പാട്ട് മോശമാണെന്നോ ശബ്ദം ശരിയല്ലെന്നോ ആ കുട്ടിക്ക് പാടാനുള്ള കഴിവേ ഇല്ലെന്നോ അങ്ങനെ എന്തും പറയാം. പക്ഷേ ഒരല്പം മയത്തോടെ എൻ്റെ അച്ഛനെ മാറ്റി നിർത്തി ഞാൻ കേൾക്കാതെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ആ ഷോക്ക് നേരിടേണ്ടി വരികയില്ലായിരുന്നു. ആ ഷോക്ക് കാരണം പിന്നീട് ഒരിക്കലും ഞാൻ പാട്ട് പാടിയിട്ടില്ല. കോമഡി സ്റ്റാർ പോലത്തെ ഇത്രയും വലിയ സ്റ്റേജുകളിലൊക്കെ കൈകാര്യം ചെയ്തിട്ടും പാടാനുള്ള ധൈര്യം ഇനിയും കൈവന്നിട്ടില്ല. കുട്ടികളുടെ മനസ്സ് വളരെയധികം മൃദുലമാണ്. അവർക്ക് ചിരിക്കാനും കരയാനും ഒരു കുഞ്ഞു കാര്യം തന്നെ ധാരാളം. ഇളം പ്രായത്തിൽ മേരക്കേറ്റ ആ ഷോക്ക് മേരയുടെ ഈ പ്രായം വരെ നിലനിൽക്കുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. കേൾക്കുന്നവർക്ക് ഇതൊരു സില്ലി കാര്യമായിരിക്കാം. പക്ഷേ അനുഭവിക്കുന്നവർ കടന്നു പോകുന്ന മാനസിക വ്യത അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ജഗന്നാഥ വർമ്മ എന്ന കലാകാരൻ ഉള്ളത് മറച്ചു വെക്കാതെ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ലയോ? നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പങ്കുവെക്കാം.